ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാചക വീഡിയോ ഒന്നും ആയിട്ടല്ല കേട്ടോ, ഒരു ടിപ്സുമായിട്ടാണേ. അപ്പോൾ ആ ടിപ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുപറമ്പിലൊക്കെ വർഷങ്ങളോളം കായ്ക്കാതെയും പൂക്കാതെയൊക്കെ നിൽക്കുന്ന വൃക്ഷങ്ങളിൽ നമ്മൾ കായ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കുറുക്ക് വഴി ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ കായ്ഫലങ്ങൾ തരുന്ന വൃക്ഷങ്ങളൊക്കെ വലുതാകുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയുള്ള മുന്നോടിയായിട്ട് കുറച്ച് വളപ്രയോഗങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ചാരവും എല്ലുപൊടിയൊക്കെ അതിൽ ചേർക്കാറുണ്ട്. ചാരയും പൊട്ടാസ്യം അടങ്ങിയതും എല്ലുപൊടിയിൽ ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുമൂലം അതിനാവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ ലഭിക്കുന്നു. ഇങ്ങനെയൊക്കെ വളപ്രയോഗങ്ങൾ ചെയ്തിട്ടും പൂക്കാതെയും കായ്ക്കാതെയും നിൽക്കുന്ന വൃക്ഷങ്ങളുണ്ടെങ്കിൽ അവസാനത്തെ ഒരു കുറുക്ക് വഴിയാണ് ഈ മോതിരവളയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ മാവ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല തടിയൊക്കെ നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട്. ഒരു 12 വർഷത്തോളമായിട്ടുണ്ട് ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്തിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. മോതിരവിളയം ഇട്ട് കൊടുക്കുന്നതിനുള്ള അനുയോജ്യമായ സമയം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. മോതിരവിളയം ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ തൊലിയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് താഴോട്ട് ഫ്ലോയം എന്ന ഭാഗമുണ്ട് കേട്ടോ. ആ ഭാഗം ഉൾപ്പെടെ ഒരു വളയം ഇട്ട് ചെത്തിക്കളയുകയാണ് ചെയ്യുക. ഈ ഫ്ലോയത്തിലൂടെ ഇലകൾ സംശ്ലേഷണം ചെയ്യുന്ന ആഹാര വസ്തുക്കൾ താഴേക്ക് വരുന്നതിന് തടയുകയാണ് ഈ മോതിരവളയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മോതിരവളയം ഇട്ടുകൊടുത്ത് ഈ പ്രകാശ സംശ്ലേഷണം വഴി ഉണ്ടാകുന്ന ഭക്ഷണ വസ്തുക്കൾ താഴേക്ക് ഒഴുകാതെ മുകളിൽ തടഞ്ഞു നിർത്തുമ്പോൾ ഇത് പൂക്കുവാനായിട്ടും ആയിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കുവേ. ആ ടെൻഡൻസി മൂലം മാവ് പൂക്കുന്നു. ഇങ്ങനെയാണ് ഒരു ശാസ്ത്രീയ വശം ഇതിനുള്ളത്. ഈ മോതിരവളയം കൊടുക്കുന്നതിന് ഒരു ശാസ്ത്രീയ വശം ഇതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയെന്ന് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ പൂക്കാതെ നിൽക്കുന്ന മാവ് കേട്ടോ. ഇതൊരു 12 വർഷത്തോളമായി തടിയൊക്കെ ഏകദേശം നന്നായിട്ട് വണ്ണം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മോതിരവളയം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു മോതിരവളയം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എത്ര വലിയ വൃക്ഷമൊക്കെ ആണെങ്കിൽ എത്ര മോതിരവളയം ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യം ഇട്ട മോതിരവളയത്തിന് തൊട്ട് ഒരു 5 സെൻറ്റിമീറ്റർ മാറി അടുത്തൊരു മോതിരവളയം ഇട്ട് കൊടുക്കാം. അപ്പോൾ മോതിരവളയം ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ മോതിരവളയം ഇട്ട് കൊടുക്കുന്നതിൻ്റെ വീതി 1 സെൻറ്റിമീറ്റർ കൂടാൻ പാടില്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു റൗണ്ടിന് ഒരു തൊലിയും ഫ്ലോയും തമ്മിൽ കട്ട് ചെയ്ത വിധത്തിൽ നന്നായിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്നും തൊട്ട് മുകളിലായിട്ട് 1 ഇഞ്ച് വലിപ്പത്തിൽ അടുത്തൊരു ഇതും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ തൊലിയും ഫ്ലോയും തമ്മിൽ ചേർന്ന ഭാഗം ഇതുപോലെ ഒന്ന് പിച്ചാത്തി കൊണ്ട് കതച്ചെടുക്കുക കേട്ടോ. ഒരിക്കലും നമ്മൾ അതിൻ്റെ കാതലിൽ കുഴപ്പം വരാൻ ഒരു പോറൽ പോലും വരാൻ പാടില്ല. എങ്കിൽ ചെറിയ വൃക്ഷമൊക്കെ അങ്ങനെ ആണെങ്കിൽ പട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ വലിയ വൃക്ഷമായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് മോതിരവളയം ഇട്ട് കൊടുക്കുന്നത്. ഒരിക്കലും നമ്മൾ ഇതിൻ്റെ അടിയിലുള്ള ഈ ഫ്ലോയത്തിനടിയിലുള്ള കാതലിൽ നമുക്ക് പിച്ചാത്തി ഒന്ന് അറിയാനോ പോറൽ വീഴാനോ ഒന്നും പാടില്ല. അത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചെറിയ വൃക്ഷങ്ങളൊക്കെ ആണെങ്കിൽ അത് ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഇതത്ര കുഴപ്പമില്ല. ഇതെനിക്ക് 12 വർഷമായിട്ടും പൂക്കാതെയും കായ്ക്കാതെയും നിൽക്കുന്ന ഒരു വൃക്ഷമാണ്. അപ്പോൾ ഞാൻ അത് 2 മാർക്ക് ഇട്ട് കൊടുത്തു. 1 ഇഞ്ച് വലിപ്പത്തിൽ താഴെയും മുകളിലുമായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ തൊലിയും ഫ്ലോയും തമ്മിൽ പതുക്കെ ഒന്ന് പിച്ചാത്തിയുടെ ഇത് വെച്ചൊന്ന് കതച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് അതിൻ്റെ കാതൽ കാണാം. ആ കാതലിൽ നമ്മൾ തൊടുകയൊന്നും ചെയ്യരുത്, പോറലൊന്നും വീഴരുത്. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം അങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഞാൻ മോതിരവളയം ഇട്ട് കൊടുത്തു. 1 ഇഞ്ച് വീതിയിലാണ് അതിൻ്റെ മീതെയുള്ള തൊലിയും അടിയിലുള്ള ഫ്ലോയും ഞാൻ പിച്ചാത്തി കൊണ്ട് കതച്ച് കളഞ്ഞത്. അടിയിലുള്ള ആ കാതലിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തൊലി മെനഞ്ഞ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് പശയുള്ള ചെളിമണ്ണെടുത്തിട്ട് കുഴച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ തൊലി മെനഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് മോതിരവളയം ചെയ്യേണ്ടത്. ഇനി ഇത് തീർച്ചയായിട്ടും അടുത്ത നവംബർ ഡിസംബർ മാസങ്ങളിൽ ഈ മാവൊക്കെ പൂക്കുന്ന സമയത്ത് ഇത് തീർച്ചയായിട്ടും പൂക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഈ മോതിരവളയം ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കത്തിയൊക്കെ ഒന്ന് അണുവിമുക്തമാക്കണം കേട്ടോ. ഒന്ന് തീയിൽ കാണിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് സാനിറ്റൈസർ വെച്ച് ഒന്ന് തുടച്ചെടുക്കുകയോ ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയാനായിട്ട്. മഴയുള്ള സമയത്ത് ഇത് ചെയ്യരുത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്